നമുക്ക് ഉള്ള സമയത്ത് നമുക്ക് ദൈവം തന്ന വചനം നമുക്ക് ചിന്തിക്കാം. കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ തുടർമാനമായിട്ട് നമ്മൾ പത്രോസിനെക്കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. പത്രോസിൻ്റെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച്, പത്രോസിനെ കർത്താവ് വിളിക്കുന്ന ആ സമയം മുതലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പല മെസ്സേജുകളായിട്ട് നിങ്ങളോട് പറയുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ ഇന്ന് അതിൻ്റെ ഒരു കീ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. പത്രോസിനെ മുക്കുവനായിരുന്ന പത്രോസിനെ കർത്താവ് വിളിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർത്തു. പത്രോസിനെ 12 ശിഷ്യന്മാരുടെ പ്രധാനിയാക്കി കർത്താവ് പത്രോസിനെ വെച്ചു. എന്നാൽ പത്രോസിൻ്റെ ജീവിതത്തിലുള്ള കുറവുകളെ സ്തോത്രം അതിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം അവനെ ചില പരീക്ഷകളിലൂടെ കടത്തിവിട്ടു. 2 ആഴ്ചക്കാലം മുമ്പ് നമ്മൾ ചിന്തിച്ച ആ ഭാഗത്തിലെ കുറിവാക്യം വായിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. സമയക്കുറവ് മൂലം ഞാൻ തന്നെ അതങ്ങ് വായിച്ചു കൊള്ളാം. ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. അവനവനോട്, കർത്താവേ, ഞാൻ നിന്നോട് കൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതിനവൻ, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയും മുമ്പേ ഇന്ന് കോഴി കൂകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ അന്ന് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചിന്തിച്ച കാര്യം, ശീമോനെ ശീമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഇവിടെ നമ്മൾ കാണുകയാണ്, പത്രോസിനെ പരീക്ഷിക്കുവാൻ പിശാച് അനുവാദം ചോദിക്കുമ്പോൾ യേശു ഉപയോഗിക്കുന്ന വാക്ക് പാറ്റുക എന്ന വാക്കാണ്. സിഫ്റ്റിംഗ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. അരിക്കുക എന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഒരു നമുക്കറിയാം, ഇപ്പോൾ അരിയിലെ കല്ല് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾക്കൊരു അരിപ്പ വെച്ച് അരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ അരിക്കകത്തുള്ള കല്ല് നമുക്ക് കണ്ടെടുക്കാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ അകത്ത് വേണ്ടാത്ത കല്ല് നമുക്ക് കാണണമെങ്കിൽ അതിനെ അരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില പരിശോധനകളൊക്കെ ദൈവം അനുവദിക്കുന്നത് നമ്മളിലുള്ളത് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മുടെ കുറവുകളെ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ദൈവം പിശാചിനെ ചില പരീക്ഷകൾക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവം അതിനെ അനുവദിക്കുമ്പോൾ, ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ ശത്രുവിന് നമ്മളെ പരീക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ പിശാച് നമ്മളെ അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മളിലുള്ള കുറവ് പുറത്തു വരാനായിട്ടിടയായിത്തീരും. ദൈവം നമ്മെ പരീക്ഷകളിലൂടെ കടത്തിവിടുന്നത് നമ്മളെ തകർത്ത് കളയാനല്ല, നമ്മളെ അടുത്ത ലെവലിലേക്ക് ദൈവം കയറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പരാജയങ്ങൾ നമ്മുടെ ജീവിത അധ്യായത്തിൻ്റെ അവസാനമല്ല, സ്തോത്രം, അത് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കുള്ള നമ്മുടെ തുടക്കങ്ങളാക്കി ദൈവം തീർക്കും. സ്തോത്രം. അതാ നമ്മൾ കാണുന്നത് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ. ഇയ്യോബിനെ ദൈവം പരീക്ഷിക്കാനായിട്ട് പിശാചിനെ അനുവദിക്കുകയാണ്. പിന്നത്തേതിൽ ഇയ്യോബിനെ, അന്ന് പഴയ നിയമകാലമായതുകൊണ്ട് സ്തോത്രം, ആ ഭൗതികമായിട്ട് ഇയ്യോബിനെ ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ജോസഫിനെ നമ്മൾ നോക്കിയാൽ ജോസഫിൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ് കണ്ടത്. സ്തോത്രം. ജോസഫിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ച ഡോക്ടർ ഗ്രേസ് നമ്മളോട് സംസാരിച്ചല്ലോ. സ്തോത്രം. ആ ജോസഫിനെ പരീക്ഷയിലൂടെ കടത്തിവിട്ടു. അവൻ്റെ സഹോദരന്മാർ അവനെ പൊട്ടക്കുഴിയിലിട്ടു. അവനെ പൊത്തിഫറിൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയി. പൊത്തിഫറിൻ്റെ ഭാര്യ, അവിടെ നമ്മൾ വായിക്കുന്നു, അവൾ ദിനംപ്രതിയും അവനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ ആ പരീക്ഷ കഴിഞ്ഞ് ജോസഫ് പൊന്നുപോലെ പുറത്തു വരുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ പരീക്ഷകൾ ദൈവം അനുവദിക്കുന്നത്, പരിശോധനകൾ ദൈവം അനുവദിക്കുന്നത് അത് നമ്മെ തകർത്ത് കളയാനല്ല, അത് ദൈവം പണിതെടുക്കാനാണ്. സ്തോത്രം. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പരീക്ഷയിലൂടെ കടന്നു പോകുന്നത് ആർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ പരീക്ഷയിലൂടെ കടത്തിവിടുന്നതിന് വലിയ ദൈവിക പദ്ധതിയുണ്ട്. പത്രോസിൻ്റെ ജീവിതത്തിലെ ആ പതിരുകൾ എന്തായിരുന്നു? എന്തു പതിരുകളാണ് പത്രോസിൻ്റെ ജീവിതത്തിൽ ദൈവം പാറ്റുവാൻ ഏൽപ്പിച്ചപ്പോൾ പുറത്തു വന്നത് എന്ന് നമ്മൾ കണ്ടു. മർക്കോസിൻ്റെ സുവിശേഷം 14:29 ഒന്ന് പ്രൊജക്റ്റ് ചെയ്തേരെ. നമ്മുടെ മുമ്പിൽ സമയം കുറവായതുകൊണ്ട് ഇത് വായിപ്പിച്ചിനി സമയം ഇല്ലല്ലോ. 14:29 നമ്മൾ അന്ന് വായിച്ചതാണ്. പത്രോസ് അവനോട് പറയുകയാണ്,
എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറയുകയാണ്. സ്തോത്രം. പത്രോസിന് പറഞ്ഞാൽ മതി, ഞാൻ ഇടറുകയെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പത്രോസ് പറയുകയാണ്, ഇവരെല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല. പത്രോസിൻ്റെ പ്രൈഡ്, അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള ആത്മീയ നിഗളമെന്ന് പെന്തക്കോസ്ത് ഭാഷയിൽ നമുക്ക് പറയാൻ കഴിയും. സ്തോത്രം. എന്താണ്? അവൻ്റെ ആത്മീയ നിഗളം പുറത്തു വരികയാണ്. അവൻ പറയുകയാണ്, ഈ 12 പേരും, കാരണം അവനെ നേതാവാക്കി ദൈവം വെച്ചിരിക്കുക, കർത്താവ് വെച്ചിരിക്കുക, ഇവർ 11 പേര് ഇടറിപ്പോയാലും ഞാൻ ഇടറത്തില്ലെന്നുള്ള അവൻ്റെ അഹങ്കാരം അവൻ്റെ വാക്കുകളിൽ പുറത്തു വരികയാണ്. സ്തോത്രം. രണ്ടാമത് മർക്കോസ് 14-ാം അധ്യായത്തിന് 31-ാം വാക്യത്തിൽ പറയുകയാണ്, അവനോ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയില്ല എന്ന് അധികമായി പറഞ്ഞു. അവൻ്റെ സെൽഫ് കോൺഫിഡൻസ് വെളിയിൽ വരികയാണ്. സ്തോത്രം. നോക്കണമേ, അവൻ പറയുകയാണ്, ഞാൻ മരിക്കാൻ തയ്യാറാണെന്നൊന്നും പറയാൻ യേശു എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇവൻ കയറി പറയുകയാണ്, പത്രോസ് കയറി പറയുകയാണ്, ഞാൻ നിന്നോടുകൂടെ മരിക്കാൻ വരെ തയ്യാറാണ്. അവൻ്റെ സെൽഫ് കോൺഫിഡൻസ്, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ വെളിയിൽ വരികയാണ്. പ്രിയമുള്ളവരെ, സ്തോത്രം, നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ നിർമ്മിച്ച ദൈവത്തിന് അറിയാം. സ്തോത്രം. നമ്മളിൽ മറഞ്ഞിരിക്കുന്ന കല്ലെന്താണ്, തടസ്സം എന്താണ്, ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുവാൻ തടസ്സമായിട്ടുള്ള കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഉള്ളത് എന്ന് നമ്മെ നിർമ്മിച്ചവന് നന്നായിട്ടറിയാം. അവൻ്റെ കയ്യിൽ, സ്തോത്രം, അതുകൊണ്ട് ആ പരീക്ഷ കടന്നു വരുമ്പോൾ, സ്തോത്രം, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം, ബൈബിൾ പറയുന്നു, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തനിക്ക് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ജീവകിരീടം പ്രാപിക്കും. സ്തോത്രം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ പറയുന്നത് പരീക്ഷ വേണ്ടെന്നാണ് പറയുന്നത്. നമ്മളെന്തിനാ സ്കൂളിൽ പിള്ളേർക്ക് പരീക്ഷ ഇടുന്നത്? അവരുടെ കുറവ് അവരെ ബോധ്യപ്പെടുത്താനും അവരെ ഉയർത്താനായിട്ടാണ് പരീക്ഷ ഇടുന്നത്, അല്ലേ? സ്തോത്രം. അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ പരീക്ഷ എത്ര നീതിയുള്ള പരീക്ഷയായിരിക്കും. ദൈവം നമ്മെ പരീക്ഷയിലൂടെ കടത്തിവിടുന്നത് നീ എത്രമാത്രം പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പത്രോസിലുള്ളത് പത്രോസിനറിയില്ല, പക്ഷെ കർത്താവിനറിയാം. അതുകൊണ്ട് അവനെ പരീക്ഷയിലൂടെ കടത്തിവിട്ടത്. ഞാൻ കഴിഞ്ഞ മാസം ഉത്തരാഖണ്ഡിൽ മിഷൻ ട്രിപ്പിന് പോയിട്ട് വന്നപ്പോൾ സാക്ഷ്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവിടെ ഞാൻ ഈ അവസാനത്തെ ദിവസത്തെ യാത്രയിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ ഏറ്റവും വലിയ ഡാം ടെഹ്രി ഡാമാണ്. ടെഹ്രി ഡാം, ആ ഡാമിന് മുകളിലൂടെയുള്ള യാത്രയാണ്. ആ ഡാമിന് മുകളിൽ കൂടെ 9 മണിക്ക് ശേഷം യാത്ര ചെയ്യാൻ പാടില്ല. 9 മണിക്ക് ശേഷം അവിടെ കനത്ത സെക്യൂരിറ്റിയാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് അത് 6000 അടി പൊക്കത്തിലാണ്. രാത്രി 10 മണിയായി. ഡ്രൈവറുണ്ട്, എൻ്റെ കൂടെ വന്ന ദൈവദാസനുണ്ട്, ഞാൻ ബാക്ക് സീറ്റിലിരിക്കുകയാണ്. ഞാനന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ, അവിടെ നമ്മൾ ഒരു ചർച്ചിന് വേണ്ടിയിട്ട് കൊണ്ടുപോയ നമ്മുടെ ഫണ്ട് മുഴുവൻ കാറിലിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ആ ഡാമിൻ്റെ മുകളിൽ വന്നു. 4 ഡിഗ്രിയാണ് തണുപ്പ്. 4 ഡിഗ്രി, 6000 അടി പൊക്കത്തിൽ 4 ഡിഗ്രിയാണ് തണുപ്പ്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇന്ത്യൻ ആർമി യൂണിഫോം ധരിച്ച പട്ടാളക്കാരൻ AK-47 കാറ് തടഞ്ഞു. അവിടെയുള്ള ചെക്ക് പോസ്റ്റ് കാറ് തടഞ്ഞു. അങ്ങനെ കാറ് തടഞ്ഞിട്ട് അവർ ഡ്രൈവർ ഇറങ്ങിച്ചെന്ന് സംസാരിച്ചു. ഡ്രൈവർ അവിടെ ഡെറാഡൂൺ ഉത്തരാഖണ്ഡുകാരനാണ്. അയാൾ നല്ല രീതിയിൽ അയാളോട് സംസാരിച്ചു. വേറെ 4 ഇടത്ത് ചെക്കിംഗ് ഉണ്ടായിരുന്നു. അവിടെ എല്ലാം അയാൾ പോയി സംസാരിച്ചു. ഒന്നും കാറ് തുറന്ന് പരിശോധിക്കും. ഒരിടത്ത് മാത്രം ബാക്കിൽ ഡിക്കി തുറക്കാൻ പറഞ്ഞു. പക്ഷേ വേറൊരിടത്തും അങ്ങനെ ചെക്കിംഗ് ഉണ്ടായില്ല. പക്ഷേ ഇവിടെ ഈ പട്ടാളക്കാരൻ ഈ AK-47 ഈ കാറ് തടഞ്ഞിട്ട് അയാൾ പറഞ്ഞിട്ടൊന്നും സംഭവിച്ചില്ല. ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്, റൈറ്റ് സൈഡിലാണ് അയാൾ നിൽക്കുന്നത്. അയാൾ AK-47 കൈവച്ചുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ആ ഡോറ് തുറന്നു. എന്നിട്ട് ചോദിച്ചു, കഹാംസയായ എന്നോട് ചോദിച്ചു. അപ്പോൾ അതുവരെയും അയാൾ വാതിൽ തുറക്കുമ്പോൾ ആ ഫുട്വെല്ലിൽ അവിടെ ബാഗിൻ്റെ അകത്ത് ക്യാഷ് ഇരിക്കുക. അയാൾ തുറന്നിട്ട് വളരെ റഫായിട്ട് അയാൾ ചോദിച്ചു, കഹാംസയായ. അതുവരെയും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ നിന്നാണ് വന്നത്. എല്ലായിടത്തും ബുക്ക് ചെയ്യുമ്പോഴും ID ചോദിക്കുമ്പോഴും ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയിലെ ആധാർ കാർഡാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സമയം, അയാൾ ചോദിച്ച സമയം 4 ഡിഗ്രിയാണ് തണുപ്പെന്ന് ഓർക്കണം. ആ സമയത്ത് എൻ്റെ കാലിൻ്റെ പെരുവിരൽ മുതൽ തല വരെയും പെരുത്ത് കയറി. തണുത്തു വിറച്ച് കോട്ടിട്ടിരിക്കുന്ന എൻ്റെ നെറ്റി ആ ഇൻസ്റ്റൻറ്റിൽ വേർത്തു. ഞാൻ ഓർത്തു, ഇനി ഇയാൾ ആ പൈസ ചെക്ക് ചെയ്ത് പിടിച്ചാൽ, സ്തോത്രം, അയാൾ കൊണ്ടുപോയാൽ, സ്തോത്രം, എനിക്കിനി സിനിയം പിള്ളേരെ കാണാൻ പറ്റില്ല,
പിന്നീട് തിരിച്ച് പിറ്റേ ദിവസം എനിക്കിവിടെ വന്ന് ചർച്ചിൻ്റെ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ ഇവിടുത്തെ ആദ്യത്തെ പ്രയർ പങ്കെടുക്കേണ്ടതാണ്. അങ്ങനെയെല്ലാം ഞാൻ ചിന്തിച്ചു. ആ ഒരു നിമിഷം എൻ്റെ മനസ്സിലൂടെ അനേകായിരം ചിന്തകൾ കടന്നുപോയി. എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് പുകഴുവാനൊന്നുമില്ല. എന്നെ പിടിച്ച ഞാൻ കർത്താവിനെ തള്ളിപ്പറയും. എനിക്ക് മനസ്സിലായി കർത്താവിനെ ഞാനൊരു എന്നോട് ചോദിച്ചാൽ ഞാൻ അയാൾ കഹാംസയായ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ എൻ്റെ നെറ്റിയെല്ലാം വേർക്കുന്നതും എൻ്റെ ശരീരം തളരുന്നതും ഒക്കെ എനിക്കറിയാൻ കഴിഞ്ഞു. അപ്പം ഞാൻ അതുവരെയും കേരളാസെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ UK എന്ന് പറഞ്ഞു. ആ സമയം അയാൾ UK എന്ന് കേട്ടപ്പോഴേ അയാൾ വാതിലടച്ചേച്ച് എന്ന് പറഞ്ഞു. ഇനി ഒരു വിദേശിയെ അവിടെ വെച്ച് തടഞ്ഞു നിർത്തി, അവർ ടൂറിന് വന്ന് അവരെ തടഞ്ഞു നിർത്തിയാൽ സ്തോത്രം അത് വലിയ ഇഷ്യൂ ആയെങ്കിലോ എന്ന് കരുതി അയാൾ അപ്പം തന്നെ വാതിലടച്ചു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അന്നേരം എനിക്കൊരു കാര്യം മനസ്സിലായി. അതിന് പിന്നീട് എന്നോട് ആ ദൈവാസം ചോദിച്ചു, കൂടെ വന്ന ദൈവാസം ചോദിച്ചു, എന്തിനാ ഈ UK എന്ന് പറഞ്ഞു? ഇതുവരെ നമ്മൾ കേരള എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കറിയില്ല, ഞാൻ പേടിച്ചിട്ട് ഞാൻ UK എന്ന് പറഞ്ഞു പോയതാണ്. പക്ഷേ അത് ഗുണമായി തീർന്നെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ഐ കനോട്ട് ബോസ്റ്റ് ഫോർ എനിത്തിങ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ പത്രോസിൻ്റെ സാഹചര്യം ഞാൻ പഠിച്ചപ്പോൾ, ആ ഭാഗം ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു പോകും. ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. നാട്ടിൽ നിന്ന് ദൈവാസന്മാരൊക്കെ വിളിച്ചപ്പോൾ, ഞാൻ പോകുന്നതെന്നറിയാത്ത ദൈവാസന്മാർ വിളിച്ച് ദൂത് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പോകണം. സ്തോത്രം, ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ടല്ലോ എന്നൊക്കെ ദൈവാസന് പ്രാർത്ഥന ആവശ്യമുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ ഞാനതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. പക്ഷേ ആ സമയത്ത് എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം, അവരുടെ ആ ഉപദ്രവം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. സ്തോത്രം, പ്രിയമുള്ളവരെ, ചില പരീക്ഷകൾ, ചില സാഹചര്യങ്ങൾ നമ്മളിലുള്ളത് വെളിയിൽ കൊണ്ടുവരും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സ്തോത്രം, പരീക്ഷ വരുമ്പോൾ നീ പിറുപിറുക്കരുത്. സ്തോത്രം, ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. സ്തോത്രം, ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ കൂടുതൽ കർത്താവിൻ്റെ കാലത്തിൽ കിടന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. പത്രോസിൻ്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവന്ന പരീക്ഷ അവൻ്റെ അനുഗ്രഹമായി തീരുവാനിടയായി തീർന്നു. അവൻ പിന്നത്തേതിൽ, ഞാൻ ആദ്യം ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഇത് പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, പത്രോസിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയി ക്രൂശിങ്കൽ നിർത്തിയപ്പോൾ, പത്രോസിനെയും ഭാര്യയെയും പിടിച്ച് ക്രൂശിക്കുവാൻ റോമൻ പടയാളികൾ പിടിച്ചപ്പോൾ, സുവിശേഷം പറയുന്നത് കൊണ്ട് പിടിച്ച് ക്രൂശിക്കാൻ പോയപ്പോൾ ഭാര്യയെ ആദ്യം ക്രൂശിക്കുകയാണ്. ആ ഭാര്യയെ ക്രൂശിക്കുന്നത് കണ്ടിട്ടെങ്കിലും പത്രോസ് കർത്താവിനെ തള്ളിപ്പറയണമെന്നോർത്ത്, സ്തോത്രം, പത്രോസിൻ്റെ മുമ്പിൽ സ്വന്തം ഭാര്യയെ ക്രൂശിക്കുമ്പോൾ പത്രോസ് വിളിച്ച് പറയുകയാണ് ഭാര്യയോട്, നീ പിന്മാറിപ്പോകരുത്, റിമെമ്പർ ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞിട്ട് ആ ഭാര്യയുടെ മരണം കണ്ടുകൊണ്ട് ഈ പത്രോസിനെയും തലകീഴായി ക്രൂശിച്ചു എന്ന് ചരിത്രം പറയുകയാണ്. സ്തോത്രം, വെറുമൊരു ഭീരുവായിരുന്ന പത്രോസിനെ, ഹല്ലേലൂയ, കർത്താവ് പിശാചിൻ്റെ കയ്യിലെ പരീക്ഷയിലൂടെ ഏൽപ്പിച്ചു കൊടുത്ത് അവനെ ശക്തനായ ഒരു നേതാവാക്കി തീർത്തെങ്കിൽ, സ്തോത്രം, ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ടാണ് നീ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അച്ഛനും കന്യാസ്ത്രീമാരുമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും, സ്തോത്രം, ഈ വേദപുസ്തകം എടുക്കേണ്ടവനല്ല. പക്ഷേ എനിക്കറിയാം, ദൈവം വിളിച്ചെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒന്നും പറയാൻ പറ്റിയില്ല. ഒരു മണിയാകുമ്പോൾ നമ്മുടെ മീറ്റിംഗ് നമ്മൾ അവസാനിക്കും. എന്നിട്ട് ഈ യേശു പത്രോസിനെ പാറ്റുവാനായിട്ട് അനുവദിച്ചു. അത് കഴിഞ്ഞ് പടയാളികൾ യേശുവിനെ പിടിച്ചിട്ട്, സ്തോത്രം, ആ മർക്കോസിൻ്റെ സുവിശേഷം 14:65 വായിക്കുകയാണ്. യേശുവിനെ പിടിക്കുന്ന സമയം മുതൽ, സ്തോത്രം, പത്രോസ് യേശുവിനെ അടിക്കുവാനും തുപ്പുവാനും തുടങ്ങി. മർക്കോസിൻ്റെ സുവിശേഷം 15:65 ഇങ്ങനെ വായിക്കുന്നു, ചിലർ അവനെ തുപ്പുകയും അവൻ്റെ മുഖം മൂടി അവനെ മുഷ്ടി ചുരുട്ടി കുത്തുകയും പ്രവചിക്കുക എന്ന് അവനോട് പറയുകയും ചെയ്തു തുടങ്ങി. ചേവകർ അവനെ അടിച്ചുകൊണ്ട് കയ്യേറ്റു. നമ്മുടെ പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, നടയടി. സ്തോത്രം, പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ കേരളത്തിലെ പോലീസുകാർ പിടിച്ച ആദ്യം തന്നെ ലാത്തി കൊണ്ട് അടിച്ചിട്ട് നമ്മൾ സ്റ്റേഷനിലോട്ട് കയറ്റത്തോളം എന്നാണ് പറയുന്നത് പോലെ യേശുവിനെ പിടിച്ച ചേവകന്മാർ പിടിച്ച് അടിച്ചുകൊണ്ടവനെ കയ്യേറ്റു എന്ന് വായിക്കുക. ഇത് കണ്ട പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, ഈ യേശുവിൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഇതുപോലെയുള്ളതൊക്കെ കിട്ടും. അത് മനസ്സിലാക്കി പത്രോസ് എന്ത് പറയുകയാണ്? പത്രോസ് 3 വട്ടം യേശുവിനെ
തള്ളിപ്പറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശു പത്രോസിനോട് പറഞ്ഞു, 2 വട്ടം കോഴി കൂവുന്നതിന് മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞു. സ്തോത്രം. ആദ്യം ഒന്ന് തള്ളിപ്പറഞ്ഞപ്പോഴേ കോഴി കൂവി. സ്തോത്രം. വാണിംഗ് സൈനായിരുന്നു. പത്രോസേ, നീ വീണുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷകൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രലോഭനത്തിലാകപ്പെടുമ്പോൾ ദൈവം വാണിംഗ് സൈനുകൾ തരുന്നുണ്ട്. ചിലപ്പോൾ വചനത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ദൈവദാസന്മാരിലൂടെ ആയിരിക്കാം വാണിംഗ് സൈൻ തരുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഈ പത്രോസിനെ പോലെ നമ്മളും ഇഗ്നോർ ചെയ്തു പോകുന്നത് കൊണ്ട് പിന്നെയും തള്ളിപ്പറയേണ്ടി വരുന്നു. വലിയ പാപത്തിൽ നാം അകപ്പെടുന്നു. പത്രോസ് 1 തള്ളിപ്പറഞ്ഞപ്പോൾ കോഴി കൂവി, 2 തള്ളിപ്പറഞ്ഞു, 3ാമത് ആണയിടുവാനും പ്രാകുവാനും തുടങ്ങിയപ്പോൾ 2ാം വട്ടം കോഴി കൂവി എന്ന് നമ്മൾ വായിക്കുന്നു. ആ കോഴി 3 വട്ടം കൂവും മുമ്പ് പത്രോസ് യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു. സ്തോത്രം. നാട്ടിൽ ഇന്ന് കടന്നു വന്ന നമുക്കറിയാം, കോഴി രാവിലെ ഏറ്റ് കൂവാൻ തുടങ്ങിയാൽ, സ്തോത്രം, 1 കൂവിയാൽ ഉടനെ കൂവിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ കോഴിക്ക് 3 വട്ടം പോലും കൂവാൻ അവസരം കൊടുക്കുന്നതിന് മുമ്പ് പത്രോസ് ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അത് കഴിഞ്ഞ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 22-ാം അധ്യായത്തിൻ്റെ, സ്തോത്രം, അതിൻ്റെ 61-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്. അവിടെ വായിക്കുന്നു: മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസിനെ, ആ 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിനെ യേശു തിരിഞ്ഞു നോക്കുകയാണ്. യേശു എപ്പോഴാണ് തിരിഞ്ഞു നോക്കിയത്? ഈ ഭാഗമൊക്കെ നമ്മളിങ്ങനെ വചനം പഠിക്കുമ്പോൾ ഞാൻ പറയാറില്ലേ, നിന്ന് പഠിക്കണം. സ്തോത്രം. ഏത് യേശുവാണ് തിരിഞ്ഞു നോക്കുന്നത്? മുഖം മുഴുവൻ തുപ്പലറ്റ്, താടി രോമങ്ങൾ പിച്ചിപ്പറിച്ച്, പടയാളികൾ അവൻ്റെ പുറമുഴവുചാലു പോലെ ആയിരിക്കുമ്പോൾ, ആ കൈ ചുരുട്ടി മുഷ്ടി ചുരുട്ടി യേശുവിനെ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കണ്ണുകെട്ടി അടിച്ചിട്ട് നീ ഇത് അടിച്ചതാരാണെന്ന് പ്രവചിക്ക എന്ന് യേശുവിനെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന യേശു ആ വേദന സഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ പത്രോസിനെ തിരിഞ്ഞു നോക്കിയെന്ന് വായിക്കുകയാണ്. പത്രോസ് അവിടെ ആയിരിക്കുന്നത്, ദൂരെ ആയിരിക്കുന്നത്. ഈ ദൂരെ ഇരിക്കുന്ന ഈ വേദന, നമ്മളാണെങ്കിൽ വേദന സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളെയോ കെട്ടിയോളെയോ അത്ര പ്രിയപ്പെട്ടവരെ പോലും ഓർക്കുകയില്ല. യേശു നോക്കുന്നത് എവിടെയാണെന്നറിയോ? വീണുപോയ ശിഷ്യനെ നോക്കുകയാണ്. പ്രിയമുള്ളവരെ, വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യേശു വീണുപോയ ശിഷ്യനെ അങ്ങനെ കരുണയോടെ നോക്കിയെങ്കിൽ, ഹല്ലേലൂയ, തേജസ്സോടെ ഇരിക്കുന്ന യേശു പരീക്ഷ അനുഭവിക്കുന്ന ഒരു ഭക്തയെ എത്രയധികമായിട്ട് നോക്കുന്നുണ്ടായിരിക്കും. ഹല്ലേലൂയ. പരീക്ഷയിൽ നിന്നെ കൈവിട്ടിട്ട് പോകുന്ന കർത്താവിനെ അല്ല നാം പിൻപറ്റിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പരീക്ഷയിൽ കൈവിടാത്ത ഒരു ദൈവം, അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ഇറങ്ങിച്ചെന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പൊട്ടക്കുഴിയിലും പൊത്തീഫറിന്റെ വീട്ടിലും കാരാഗ്രഹത്തിലും ജോസഫിനോട് കൂടെ ഇരുന്ന ദൈവം. ഹല്ലേലൂയ. കഷ്ടതയിൽ നിന്നെ കൈവിട്ടിട്ട് പോകുന്ന ദൈവമല്ല. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. പത്രോസ് ഇരിക്കുന്നത് യേശുവിൻ്റെ ചേർന്നൊന്നുമല്ല. സ്തോത്രം. മാറിയിരിക്കുക. പത്രോസ് അകലം വിട്ടു നിൽക്കുകയാണ്. പത്രോസ് അകലം വിട്ടു നിന്നു എന്ന് ബൈബിളിൽ പറയുകയാണ്. അകലം വിട്ടു നിൽക്കുന്ന പത്രോസ് തള്ളിപ്പറഞ്ഞത് മൈക്കിൽ കൂടെ ഒന്നുമല്ല തള്ളിപ്പറഞ്ഞത്, അടുത്തു നിന്ന ആളോടാ തള്ളിപ്പറഞ്ഞത്, ചോദിച്ചവനോടാ പറഞ്ഞത്. പക്ഷേ ദൂരത്ത് നിന്ന് യേശു എന്ത് ചെയ്തു? അത് ഗ്രഹിച്ചു. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ പ്രവൃത്തി കൊണ്ട്, വാക്കുകൊണ്ട് കർത്താവിനെ തള്ളിപ്പറയുന്നത്, അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ കർത്താവ് എത്രയധികമായി മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും കോടിക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്തിലുണ്ട്, ഞാൻ ചെയ്യുന്നത് ആരും കാണുന്നില്ല, എൻ്റെ കർത്താവ് കാണുന്നില്ലെന്ന് നമ്മൾ ചിന്തിക്കും. സ്വന്തം ദൂരത്തിരുന്ന പത്രോസ് തള്ളിപ്പറഞ്ഞത് ഈ അടിയേറ്റുകൊണ്ടിരുന്ന കർത്താവ് അറിഞ്ഞെങ്കിൽ, സ്തോത്രം, ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ശോധന ചെയ്യണം. നമ്മുടെ ഹൃദയത്തെ നാം പരിശോധിക്കണം. ഹല്ലേലൂയ. കാരണം കർത്താവ് നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്തു നിന്നേ ഗ്രഹിക്കുന്നു. നിന്റെ കുറവുകൾ മാത്രമല്ല, സ്തോത്രം, നിന്റെ ആകുലതകളും ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം ഹല്ലേലൂയ, സ്തോത്രം, പത്രോസ് അവിടെ തള്ളിപ്പറയുന്നത് അറിഞ്ഞിട്ട് വേദനയും അടിയും ഏറ്റുകൊണ്ടിരിക്കുന്ന യേശു പത്രോസിനെ അവിടെ നിന്നൊരു നോട്ടം നോക്കുകയാണ്. ആ നോട്ടത്തിൻ്റെ വെയിറ്റ് എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 3.5 വർഷക്കാലം പത്രോസിൻ്റെ വീടിനോ ഒന്നിനും പോകേണ്ടി വന്നിട്ടില്ല. കർത്താവിൻ്റെ കൂടെ ഉള്ളവന് അവന് പരമസുഖമായിരുന്നു.
വായിൽ നിന്ന് വരുന്ന ദൈവിക വചനങ്ങൾ മാത്രം മതിയായിരുന്നു അവന് ജീവിക്കാൻ. അവന് മീൻ പിടിക്കേണ്ടി വന്നിട്ടില്ല, അലയേണ്ടി വന്നിട്ടില്ല. കർത്താവിൻ്റെ കൂടെ 3.5 വർഷക്കാലം ഈ പത്രോസ് സുഖമായി സഞ്ചരിച്ചു. അവനെ നേതാവാക്കി കർത്താവ് കൊണ്ടുകിടന്നു. ഈ പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുക. അപ്പോഴാണ് കർത്താവ് നോക്കുന്നത്. കർത്താവ് നോക്കിയതിൻ്റെ അർത്ഥം, പത്രോസെ, നീ എന്നെ ഇത്രയും നാൾ കൊണ്ടു നടന്നിട്ട് തള്ളിപ്പറഞ്ഞല്ലോ എന്നായിരിക്കുമോ? കർത്താവിൻ്റെ ലവിങ് കൈൻഡ്നസ്സോടുകൂടെയുള്ള ആ നോട്ടം, സ്തോത്രം, അതിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും എന്നറിയാമോ? പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനം യാത്ര ചെയ്ത് കടന്നു വരികയാണ്. ഇസ്രായേൽ ജനം യാത്ര ചെയ്ത് കടന്നു വരുമ്പോൾ ഈ ഫറവോനും സൈന്യവും ഇസ്രായേൽ ജനത്തിന് പിന്നാലെ ഏറ്റവും മേൽത്തരമായ രഥങ്ങളുമായിട്ട് കടന്നു വരികയാണ്. ആ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, പ്രഭാതയാമത്തിൽ യഹോവ സ്വർഗത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ നോക്കി അവരുടെ രഥങ്ങളെ താറുമാറാക്കി എന്ന് നമ്മൾ വായിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. യഹോവയുടെ നോട്ടത്തിൻ്റെ പവർ അതുപോലെയാണ്. സ്തോത്രം. യഹോവ പ്രഭാതയാമത്തിൽ, അതേ പ്രഭാതയാമമാണിവിടെ. സ്തോത്രം. കോഴി കൂകുന്ന സമയം, അതേ പ്രഭാതയാമത്തിൽ യഹോവയുടെ അതേ നോട്ടം, ഹല്ലേലൂയ, പത്രോസിൻ്റെ മേൽ വരികയാണ്. ആ വെയിറ്റ് അവന് താങ്ങാൻ കഴിയൂ? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. മിസ്രയീം സൈന്യത്തിൻ്റെ രഥചക്രങ്ങളുടെ ഓട്ടത്തെ സ്തോത്രം താറുമാറാക്കി കളഞ്ഞ യഹോവയുടെ നോട്ടം, ആ നോട്ടം ആ പത്രോസിൻ്റെ ഹൃദയത്തിലേക്ക് ചൂഴ്ന്നിറങ്ങിയത്. ഇന്ന് പകൽക്കാലം ഞാനും നീ ഇവിടെ ഇരിക്കുമ്പോൾ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണ് ഉള്ളവൻ, ഹല്ലേലൂയ, എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളെ ശോധന ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്തെങ്കിലും മറച്ചു വെക്കാൻ നമുക്ക് പറ്റുമോ? ഹല്ലേലൂയ. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന, ഹല്ലേലൂയ, സ്തോത്ര രഹസ്യങ്ങൾ പോലും, ഹല്ലേലൂയ, അവൻ്റെ കണ്ണിന് മറവായിരിക്കുന്നില്ല എന്ന് വേദപുസ്തകം പറയുമ്പോൾ, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ഈ ദൈവത്തെ സേവിക്കാൻ നാം ഭയപ്പെടണം. അവൻ, ഹല്ലേലൂയ, സ്നേഹിക്കുന്ന ദൈവമാണ്. പക്ഷേ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ദൈവത്തെ നാം ഭയത്തോടെ സേവിക്കണം. അതാ ഭക്തി എന്ന വാക്കിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ സ്നേഹിക്കുമ്പോൾ തന്നെ ഭയം കലർന്ന സ്നേഹം. സ്തോത്രം, ഹല്ലേലൂയ. ഈ പത്രോസിനെ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് ഒരു നോട്ടം നോക്കുകയാണ്. ഇനി 3 പോയിന്റുകളുണ്ട്. ആ 3 പോയിന്റ് ജസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാം. 1:15 നമുക്ക് നിർത്താൻ മതിയോ? സ്തോത്രം. അല്ലെങ്കിൽ പിന്നെ നിർത്തേണ്ടി വരും ഇടയ്ക്ക് വെച്ച്. പത്രോസിനെ ഹൗ ജീസസ് റിസ്റ്റോർഡ് പീറ്റർ. എങ്ങനെയാണ് പത്രോസിനെ യേശു മടക്കി വരുത്തി? 1, ഈ നോട്ടം മതിയായിരുന്നു. സ്തോത്രം. 2, എന്താണെന്നറിയാവോ? സ്തോത്രം. അവിടെ വായിക്കുകയാണ് മർക്കോസിന്റെ സുവിശേഷം 16:7. ഒന്ന് വായിച്ചാട്ടെ. 16:7. ആമേൻ, സ്തോത്രം. മതി. അവിടെ പറയാണ്, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയണം. എന്ത്? അവൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകുന്നു. ഏതാണ് ഈ സാഹചര്യം? യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. അത് കഴിഞ്ഞ് ആ 3 സ്ത്രീകൾ അവിടെ ആ കല്ലറയുടെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ബാല്യക്കാരൻ ഇരിക്കുകയാണ്. ആ ബാല്യക്കാരൻ ആ സ്ത്രീകളോട് പറയുകയാണ്, യേശു ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ പോയി ശിഷ്യന്മാരോടും പത്രോസിനോടും പറയണം, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു. എന്താ ദൂതൻ അങ്ങനെ പറഞ്ഞത്? ആ ദൂതന് പറഞ്ഞാൽ പോരെ? സ്തോത്രം. ആ ശിഷ്യന്മാരോട് പറയണം എന്നങ്ങ് പറഞ്ഞാൽ പോരെ? പക്ഷെ അവിടെ എടുത്ത ദൂതൻ പറയുകയാണ്, ശിഷ്യന്മാരോടും പത്രോസിനോടും പറയണം. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞത് നമ്മുടെ മലയാളികളുടെ ഇടയിലെ കാര്യം പറഞ്ഞ പോലെയാണ്. ഒരു കാര്യം ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, മൊത്തം എല്ലാവരും അറിയും. കേരളത്തിൽ പിന്നെ ഏഷ്യാനെറ്റ് വെച്ച പോലെ ഇരിക്കും. പത്രോസ് തള്ളി പറഞ്ഞത് ശിഷ്യന്മാരെല്ലാവരും അറിഞ്ഞു. പത്രോസിനെ അവർ ഒറ്റപ്പെടുത്തി കാണുമെന്നല്ല, ഞാനത് കാണും എന്നല്ല പറയുന്നത്, ബൈബിളിലെ തെളിവ് വെച്ച് നമുക്കത് പറയാൻ കഴിയും. കാരണം അതുകൊണ്ടാണ് ഇവിടെ ദൂതൻ പറയുന്നത്, ആ മറ്റു ശിഷ്യന്മാരോടും പത്രോസിനോടും പറയണം. അപ്പോൾ പത്രോസ് ഇവരുടെ കൂടെ ഇരിക്കുന്നെങ്കിൽ അങ്ങനെ ശിഷ്യന്മാരോട് പറയാൻ പറഞ്ഞാൽ പോരെ? പക്ഷെ പറയുക, പത്രോസിനോടും പറയണം. പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു. ശിഷ്യന്മാരുടെ എല്ലാം കണ്ണിൽ പത്രോസിനെ കുറിച്ച് പുച്ഛമായി കാണും. അതുകൊണ്ട് പത്രോസ് ഒറ്റയ്ക്കിരിക്കുക. പത്രോസ് ചിന്തിച്ച് കാണും, ഞാനൊരു ചതിയനല്ലേ, ഈ 3.5 വർഷക്കാലം കൊണ്ടുകടന്നവനെ തള്ളിപ്പറഞ്ഞ് സ്തോത്രം പ്രാഗി ആണയിട്ട് പറഞ്ഞ് ഞാൻ ഒരു ചതിയനല്ലേ, സ്തോത്രം, ഞാനൊരു ശിഷ്യനാണോ? അവൻ എവിടെയെങ്കിലും ഒറ്റയ്ക്കിരിക്കുകയായിരിക്കും. പക്ഷേ
കർത്താവ് ദൂതനെ പറഞ്ഞു വിടുകയാ, നീ 11 പേരോടും പത്രോസിനോടും പറയണം. ജീസസ് സെൻഡ് ഫോർ ഹിം. ഹല്ലേലൂയ. ഒറ്റയ്ക്കിരിക്കുന്നവനെ, വീണുപോയവനെ കൈവിടുന്ന ദൈവമല്ലെന്നതാ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അവനെ അന്വേഷിച്ച് ദൂതയക്കുന്ന കർത്താവ്. 2, 3 പത്രോസിനെ എങ്ങനെ റിസ്റ്റോർ ചെയ്തു? സ്തോത്രം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം സ്തോത്രം 24 അധ്യായത്തിൻ്റെ 34 വാക്യം. ലൂക്കോസ് 24:34. ആമേൻ. സ്തോത്രം. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത പത്രോസിനോട് പറയണമെന്ന് ദൂതൻ മുഖാന്തരം ആ സ്ത്രീകളോട് പറഞ്ഞു വിട്ടു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത പത്രോസിനോട് പറയുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത് ലൂക്കോസ് 24:34 നമ്മൾ വായിച്ച്, കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു എന്ന് ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്നു പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. കർത്താവ് ശിഷ്യന്മാരിൽ ആദ്യം പ്രത്യക്ഷനായത് ആർക്കാണെന്നറിയോ? പത്രോസിനാണ് പ്രത്യക്ഷനായത്. തള്ളിപ്പറഞ്ഞു പോയവനെ, ഇട്ടിട്ടു പോയവനെ, ഹല്ലേലൂയ, പിന്മാറിപ്പോയവനെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അവനാ കർത്താവ് ആദ്യം പ്രത്യക്ഷനായത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്താൽ നമ്മൾ പറയും, സ്തോത്രം, അവനല്ലേ തെറ്റ് ചെയ്തത്, എന്നോട് വന്ന് ക്ഷമ ചോദിക്കട്ടെ. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. കർത്താവിൻ്റെ സ്വഭാവം നോക്കിയേ. ഈ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. സ്തോത്രം. കർത്താവ് പിന്മാറിപ്പോയവനെ, തന്നെ അറിയില്ലെന്ന് പറഞ്ഞവനെ, പ്രാഗിയവനെ, ഹല്ലേലൂയ, തേടിച്ചെല്ലുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ഈ കർത്താവ് എത്ര നല്ലവനല്ലേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. തള്ളിപ്പറഞ്ഞവനെ തേടിച്ചെല്ലുന്ന കർത്താവ്. ഇനി ഒരു വാക്യം കൂടെ അതിന് ആദ്യമായിട്ട് പത്രോസിനെ തന്നെ കണ്ടതെന്നുള്ള 2 വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് വേദപുസ്തകത്തിൽ. ഇതെല്ലാം നമുക്കൊരു ബലമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15:4-5. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. കണ്ടോ, അവിടെ വായിച്ചത് നമ്മൾ കേട്ടല്ലോ. ഇപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. സ്തോത്രം. അവിടെ പറയുകയാണ്, സ്തോത്രം, 11 ആദ്യം പ്രത്യക്ഷനായത് പത്രോസിനെന്ന് 1 കൊരിന്ത്യ ലേഖനത്തിലും പൗലോസ് എഴുതി വെച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്തോത്രം, നമ്മൾ ഇന്ന് ഇടയനെക്കുറിച്ച് കേട്ടു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആടിൻ്റെ ക്ഷേമം മാത്രം അന്വേഷിക്കുന്ന ഒരു ഇടയൻ, നല്ല ഇടയൻ. സ്തോത്രം. നമ്മൾ മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നു, 100 ആട് ഒരിടയനുണ്ടായിരുന്നു. പക്ഷേ 99 എണ്ണം എന്ത് ചെയ്തു? ഹല്ലേലൂയ. സ്തോത്രം. ഒരാട് തെറ്റിപ്പോയി. 99നെയും മാറ്റിവെച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ തേടിപ്പോയ ഒരു ഇടയൻ, അത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. സ്തോത്രം. പിന്മാറിപ്പോകുന്നവനെ, പാപത്തിൽ വീണുപോയവനെ ഇട്ടിട്ട് പിശാചിന് വിട്ടുകൊടുത്തിട്ട് പോകുന്ന ഒരു കർത്താവല്ല. സ്തോത്രം. 99നെയും സുരക്ഷിതമായി ഏൽപ്പിച്ചിട്ട് ഒന്നിനെ തേടിച്ചെല്ലുന്ന കർത്താവിനെ ഈ പത്രോസിൻ്റെ ജീവിതത്തിൽ കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. സ്തോത്രം. എന്നെയും നിങ്ങളെയും കർത്താവ് ഇതുപോലെയാണ് തേടി വന്നത്. ഹല്ലേലൂയ. സ്തോത്രം. 99നെയും രക്ഷിക്കപ്പെട്ട അനേകരുണ്ടായിരുന്നു. അവരെല്ലാം വിട്ടിട്ട് ഹല്ലേലൂയ, കർത്താവ് എന്നെയും നിങ്ങളെയും പേഴ്സണലായിട്ട് തേടി വന്നു. ഹല്ലേലൂയ. അതാണ് നമ്മളിവിടെ കാണുന്നത്. 3, അപ്പോൾ 1 യേശുവിൻ്റെ ഒരു നോട്ടം. 2 യേശു ആദ്യം പത്രോസിനോട് പറയുകയാണ്. 3ാമതായിട്ട് യേശു പത്രോസിനെ ഉയർത്തെഴുന്നേറ്റിട്ട് പത്രോസിന് ആദ്യത്തെ ദർശനം കൊടുക്കുകയാണ്. 4ാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്നറിയോ? സ്തോത്രം. പത്രോസ് അത് കഴിഞ്ഞ് ഉപജീവന മാർഗ്ഗങ്ങളൊന്നുമില്ലാതെ പത്രോസ് ശിഷ്യന്മാരും കൂടെ മീൻ പിടിക്കാൻ പോയപ്പോൾ അവിടെ ആ മീൻ പിടിച്ചിട്ട് രാത്രിയിലും അവർക്കൊന്നും കിട്ടിയില്ല. ആ ഒന്നും കിട്ടാതെ അങ്ങനെ ഇരുന്ന് അവർ മടങ്ങി വരുമ്പോൾ, തീരത്ത് വരുമ്പോൾ അവിടെ കാണുകയാണ് തീക്കനൽ കൂട്ടി വെച്ചിരിക്കുകയാണ്. തീക്കനൽ കൂട്ടി വെച്ച്, സ്തോത്രം, അതിന്മേൽ അപ്പവും മീനും വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഉയർത്തെഴുന്നേറ്റ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ അവിടെ നമ്മൾ കാണുകയാണ്. അവിടെ ആ ഭാഗം ഞാൻ ആ വാക്യം ഒന്നും എടുത്ത് വായിപ്പിക്കാത്തത് സമയക്കുറവ് മൂലമാണ്. അവിടെ നമ്മൾ നോക്കണം, ആ ഭാഗമൊക്കെ നമ്മളൊന്ന് ഇരുന്ന് പഠിക്കണം. കാരണം എന്താണെന്നറിയോ? സ്തോത്രം. അവിടെ എന്തുണ്ട്? ഈ പത്രോസും ശിഷ്യന്മാരും ഈ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവരുടെ വഴി അടഞ്ഞു. ഇനി ഉപജീവിക്കുവാൻ മീൻ പിടിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ചിന്തയിൽ അവർ മീൻ പിടിക്കാൻ പോവുകയാണ്. അങ്ങനെ മീൻ പിടിക്കാൻ പോയി ഒന്നും കിട്ടാതെ തിരിച്ചു വരുന്ന ആ പടകുമായിട്ട് തിരിച്ചു വരുന്ന ശിഷ്യന്മാരെ നോക്കി കനലിൽ ചുട്ട അപ്പവും മീനുമായിട്ട് യേശു വെയിറ്റ് ചെയ്തിരിക്കുക.
ഈ സെറ്റ് ഒന്ന് നമ്മുടെ മനസ്സിൽ വരണം. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ? നമ്മളൊരു ഫിലിം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഷൂട്ടിങ് ഫിലിം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ഇടിയല്ലേ, ആ സെറ്റിങ് നമ്മളൊന്ന് ചിന്തിച്ചേ. ബൈബിളിൽ ഈ രണ്ടിടത്ത്, പുതിയ നിയമത്തിൽ രണ്ടിടത്ത് മാത്രമേ ചാർക്കോൾ ഫയറിനെ കുറിച്ച് പറയുന്നുള്ളൂ. കനൽ, തീക്കനൽ. സ്തോത്രം. അതായത് ചാർക്കോൾ ഫയർ എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന രണ്ടിടവേ ഉള്ളൂ. ഒന്നെവിടെയാണെന്നറിയോ? ഒന്ന് പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഇടമാണ് ചാർക്കോൾ, കനൽ കൂട്ടിക്കൊണ്ടിരുന്നു. ആ കനൽ തന്നെയാണ് ഇവിടെ ഈ കടൽ തീരത്തുള്ളത്. ഈ സമയത്തിൻ്റെ സെറ്റിംഗ് ഒന്ന് നോക്കിയേ. കർത്താവ് കോഴി കൂവുന്ന സമയം, പ്രഭാത സമയം, പത്രോസ് തള്ളിപ്പറഞ്ഞ സമയം. മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടാതെ വരുന്ന സമയം എപ്പോഴാണെന്നറിയോ? പ്രഭാത സമയം. എന്തെങ്കിലും കോറിലേഷൻ കിട്ടുന്നുണ്ടോ? ഈ തീക്കനലിൻ്റെ അടുക്കൽ വെച്ച് ഈ പ്രഭാത സമയത്താണ് യേശു പത്രോസിനോട് ചോദിക്കുന്നത്, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നോ? അപ്പോൾ പത്രോസിൻ്റെ മനസ്സിൽ വന്ന ചിന്ത എന്തായിരിക്കും? ആ തള്ളിപ്പറഞ്ഞ അതേ സെറ്റിങ്, അതേ സാഹചര്യം, അതേ സമയം പത്രോസിനോട് യേശു ചോദിക്കുകയാണ്, നീ എന്നെ വാസ്തവമായി സ്നേഹിക്കുന്നു? ആ പത്രോസിൻ്റെ ഹൃദയത്തിലെ വേദന നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. ആ തള്ളിപ്പറഞ്ഞ സീനുകളെല്ലാം പത്രോസിൻ്റെ മനസ്സിൽ ഒരു തിരശീലയിൽ കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, പത്രോസേ, നീ എന്നെ വാസ്തവമായി സ്നേഹിക്കുന്നു? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം. ഈ പത്രോസിനെ കുറിച്ച് ഞാൻ വായിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പത്രോസ് പിന്നീട് തൻ്റെ ജീവിത സമയങ്ങളിലെല്ലാം ഈ കർത്താവിനെ തള്ളിപ്പറഞ്ഞ രാത്രി ആ പ്രഭാത സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നുവെന്നും എവിടെയെങ്കിലുമൊക്കെ കോഴി കൂവുന്നത് കേട്ടാൽ താൻ പൊട്ടിക്കരയുമായിരുന്നുവെന്നുമൊക്കെ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ബൈബിളിലുള്ള കാര്യമല്ല. പക്ഷേ അതേ സെറ്റിങ്ങിലോട്ട് പത്രോസിനെ കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞ് പത്രോസ് അവിടെ പരസ്യമായിട്ട് ആ ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ ഇരുന്ന്, ആ തീ കാഞ്ഞുകൊണ്ടിരുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ പരസ്യമായിട്ടാണ് ഈ യേശുവിനെ തള്ളിപ്പറഞ്ഞതെങ്കിൽ, ഈ ശിഷ്യന്മാരുടെ എല്ലാം നടുവിൽ വെച്ചിട്ട് പത്രോസിനെ കൊണ്ട് പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ ശിഷ്യന്മാരുടെ എല്ലാം മനസ്സിലുണ്ട്, ഇവൻ ചതിയനാണ്, ഇവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാണ്, ഇവനെ ഇനി സൂക്ഷിച്ചേ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാവൂ എന്ന് ചിന്തിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിൽ വെച്ചുകൊണ്ട് യേശു അവനെ കൊണ്ട് അഫേം ചെയ്യിച്ച് പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരു വട്ടം ചോദിച്ചു, 2 വട്ടം ചോദിച്ചു, 3-ാം വട്ടം ചോദിച്ചു, പത്രോസേ, നീ എന്നെ ഇവരെക്കാൾ അധികമായൊക്കെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. പറഞ്ഞു. 3-ാം വട്ടം പത്രോസ് പറഞ്ഞു, നീ അറിയുന്നു കർത്താവേ, നീ അറിയുന്നു കർത്താവേ. അവൻ്റെ എല്ലാ സെൽഫ് കോൺഫിഡൻസുകളും അവിടെ ഉടഞ്ഞു മാറ്റപ്പെട്ടു. അവൻ പറഞ്ഞില്ല, ഇവരെയൊക്കെ കൂടുതലായിട്ടൊക്കെ ഞാൻ സ്നേഹിക്കുന്നു കർത്താവേ എന്ന് പറയാനുള്ള ചങ്കൂറ്റം പത്രോസിനുണ്ടായില്ല. കാരണം അവനിലുള്ള ആ പതിര് ദൈവം മാറ്റി, കർത്താവ് മാറ്റി. ഹല്ലേലൂയ. അവിടെ പത്രോസ് പറയുകയാണ്, കർത്താവേ, നീ അറിയുന്നു. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, പത്രോസിനെ കർത്താവ് മടക്കി കൊണ്ടുവരികയാണ്. പത്രോസിനെ, ഹല്ലേലൂയ, സ്തോത്രം. പത്രോസിനെ ഓരോ തവണയും കർത്താവ് ചോദിച്ചിട്ട് അവൻ മറുപടി പറയുമ്പോൾ പത്രോസ് പറയുക, നീ എൻ്റെ ആടുകളെ മേയ്ക്ക. അവനെ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. അവനെ, ഹല്ലേലൂയ, 12 ശിഷ്യന്മാരുടെ നേതൃത്വ പദവിയിൽ നിന്ന് അവനെ മാറ്റിക്കളഞ്ഞില്ല. മറിച്ച് ആ സ്ഥാനം ഉറപ്പിച്ച് യേശു പറഞ്ഞു, ഈ 12 പേരെയും നീ ഉറപ്പിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ഈ 12 സഹോദരന്മാരും ക്ഷീണിച്ചു പോകുമ്പോൾ ഇവരെ നീ ഉറപ്പിച്ചു കൊള്ളണം. ഹല്ലേലൂയ. എൻ്റെ ആടുകളെ മേയ്ക്കുന്ന ആ വലിയ ഉത്തരവാദിത്വത്തിലേക്ക് നിന്നെ ഞാൻ, ഹല്ലേലൂയ, സ്തോത്രം, അപ്പോയിന്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. പത്രോസിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പരീക്ഷ അവനെ, ഹല്ലേലൂയ, സ്തോത്രം, ഇരട്ടിയായിട്ട് ഉയർത്തുവാൻ, അവൻ്റെ ജീവിതത്തിലെ പതിരുകളെ മാറ്റിയിട്ട് അവനെ റിസ്റ്റോർ ചെയ്യുവാൻ, അവനെ, ഹല്ലേലൂയ, അവനുമായിട്ട് റീകൺസിൽ ചെയ്യുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് അവൻ്റെ വീഴ്ചയെ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം വീണുപോയവരെ, ഹല്ലേലൂയ, സ്തോത്രം, ജീവിതത്തിൻ്റെ പല മേഖലകളിലും കർത്താവിനെ തള്ളിപ്പറയുന്ന ഈ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പരീക്ഷകൾ കടന്നു വന്നപ്പോൾ കർത്താവിനോട് പെറുപെറുത്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം മടങ്ങി വരിക. കർത്താവിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ദിസ് ബുക്ക് ഈസ് എ ബുക്ക് ഓഫ് റീകൺസിലിയേഷൻ, ദിസ് ബുക്ക് ഈസ് എ ബുക്ക് ഓഫ് റെസ്റ്റോറേഷൻ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെ മാറ്റിയിട്ട് റിസ്റ്റോർ ചെയ്ത്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവ മക്കളാക്കി തീർക്കുന്ന വലിയ പദ്ധതിയുള്ള പുസ്തകമാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വേദപുസ്തകം മുഴുവൻ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആദിയിൽ
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. രണ്ടാം വാക്യം പറയുന്നത് പാഴും ശൂന്യമായിട്ടിരുന്നെന്നാണ് പറയുന്നത്. സ്വന്തം ദൈവം സൃഷ്ടിച്ചതൊന്നും പാഴാക്കി സൃഷ്ടിക്കത്തില്ല, ദൈവം സൃഷ്ടിച്ചതൊന്നും ശൂന്യമായിരിക്കത്തില്ല. എന്നാൽ അതിൻ്റെ ഇടയ്ക്കുള്ള മില്യൺ ഓഫ് ഇയേഴ്സ്, മേ ബി തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിൽ എന്തു സംഭവിച്ചു? ഹാലലൂയ, ലൂസിഫർ എന്ന് പറയുന്ന ദൂതനെ വെട്ടി താഴെയിട്ടപ്പോൾ ഈ ഭൂമി, ആ മനോഹരമായി ദൈവം സൃഷ്ടിച്ചിരുന്ന ഭൂമി ശൂന്യമായി പോയി. എന്നാൽ നമ്മൾ വായിക്കുന്നു, 3-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവം ആ ഭൂമിയെ വീണ്ടും മനോഹരമായൊരു ഭൂമിയാക്കി തീർത്തു. ഹാലലൂയ, എവിടെ നോക്കിയാലും ആദിയിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ എന്ത് ചെയ്തു? അവനെ ദൈവം ബുദ്ധിയുള്ള മനുഷ്യനായി സൃഷ്ടിച്ചു. എന്നാൽ അവൻ പാപം ചെയ്ത് അവൻ വീണുപോയപ്പോൾ അവനെ ഹാലലൂയ മടക്കിക്കൊണ്ടുവരുവാൻ എന്ത് ചെയ്തു? ഹാലലൂയ, സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്ന വാഗ്ദത്ത മിശിഹയെ ദൈവം വാഗ്ദത്തം ചെയ്ത് അവനെ മടക്കിക്കൊണ്ടുവന്നു. സ്തോത്രം, വേദപുസ്തകം മുഴുവൻ നോക്കിയാൽ സ്തോത്രം നമുക്ക് കാണാൻ കഴിയുന്നത് അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് റെസ്റ്റോറേഷൻ, അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് റീകൺസിലിയേഷൻ. ഹാലലൂയ, ഇന്ന് പകൽക്കാലം മടങ്ങി വരാൻ നീ തയ്യാറാണോ? ഹാലലൂയ, നിന്റെ പാപങ്ങളെക്കുറിച്ച്, വീണുപോയ ഇടങ്ങളെക്കുറിച്ച് നീ അനുദപിക്കാൻ തയ്യാറാണോ? കർത്താവ് നിനക്കൊരു മടങ്ങി വരവ് വെച്ചിട്ടുണ്ട്. ഹാലലൂയ, സ്തോത്രം. ഹാലലൂയ, നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഹാലലൂയ പരാജയങ്ങളൊന്നും ഹാലലൂയ അത് നിന്നെ തകർത്തു കളയാനല്ല, അത് നിന്നെ പണിതെടുക്കാനാണ്. ഹാലലൂയ, വിശ്വസിക്കുന്നവർ കർത്താവിനെ മഹത്വം കരയറ്റിയാട്ടെ. ഹാലലൂയ, സ്തോത്രം. ഹാലലൂയ, നിന്റെ ജീവിതത്തിലെ പരാജയങ്ങളല്ല നിന്റെ അവസാനത്തെ അധ്യായം എഴുതുന്നത് നമ്മുടെ കർത്താവാണെന്ന് നീ തിരിച്ചറിയണം. ഹാലലൂയ, നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ ഒരിക്കലും ഇവനിവിടെ അവസാനിച്ചുവെന്ന് അധ്യായം എഴുതി ഫുൾ സ്റ്റോപ്പ് ഇടുകയില്ല. സ്തോത്രം, കർത്താവാണ് കർത്താവിനെ വിശ്വസിച്ചിറങ്ങിയവരുടെ ജീവിതത്തിലെ അവസാനത്തെ അധ്യായം എഴുതി ചേർക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പത്രോസിനെ റെസ്റ്റോർ ചെയ്ത ദൈവം നമ്മുടെ ദൈവമാണ്. ഹാലലൂയ, സ്തോത്രം. ഹാലലൂയ, ചില പരീക്ഷകളിലൂടെ നമ്മളെ കടത്തിവിടുന്നത് അത് കർത്താവിന് ഉചിതമാണ്. ഹാലലൂയ, കർത്താവിന് അത് നല്ലതാണ്, നമുക്കത് നല്ലതാണ്. കാരണം ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ഹാലലൂയ, ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു.